എന്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്ത് മാത്രം ഇത്രയേറെ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകാനുള്ള കാരണം? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിദേശ രാജ്യങ്ങൾ ഒരുപാട് 38ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. 12ഓളം രാജ്യങ്ങളിൽ ഈ ഡ്രൈവിംഗ് മേഖലയെ പറ്റി തന്നെ പഠിക്കാൻ തന്നെ പോയത്. സത്യത്തിൽ എനിക്ക് 2 രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ ലൈസൻസും ഉണ്ട്. അപ്പോൾ അവിടങ്ങളിൽ ഈ നമ്മളെ രാജ്യത്ത് നടക്കുന്നതിൻ്റെ ഏകദേശം 10-1 അല്ലെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10-1 പോലും അപകടങ്ങളില്ല, മരണങ്ങളുടെ നിരക്ക് വളരെ കുറവ്. അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വരുത്തുന്ന ഈ അപകടങ്ങളിലെ 80% ഈ വാഹനം ഓടിക്കുന്ന ആളുകളുടെ അശ്രദ്ധയും പരിചയക്കുറവും കൊണ്ട് തന്നെയാണ്. ഓവർ സ്പീഡ്, ഗുരുതരമായ അശ്രദ്ധയും. നമുക്കറിയാം, ഈ 2024 നിതിൻ ഗഡ്കരിയോട്, നമ്മൾ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ നിതിൻ ഗഡ്കരിയോട് പാർലമെന്റ് വെച്ച് നമ്മുടെ നാട്ടിലെ അപകടങ്ങളെ പറ്റി, മരണത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2024 1,74,400 പേർ അപകടത്തിൽ ഇന്ത്യയിൽ മരണപ്പെടുകയും ഏകദേശം 10 ലക്ഷത്തോളം പേർ പരിക്കുകൾ മൂലം അതിൽ നല്ലൊരു ശതമാനം ഗുരുതരമായ ഇഞ്ചുറിയോടുകൂടി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിലൊരു മാറ്റം വരുത്തുവാൻ, നല്ലൊരു ട്രാഫിക് കൾച്ചർ വളർത്തുകയും വിദേശ രാജ്യങ്ങളുമായി തന്നെ ഒരു ട്രാഫിക് സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് വിടുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും.